നമസ്കാരം. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിൻ്റെ സഹോദരൻ PK ജുബൈറിനെ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പത്രവാർത്ത. എന്നാൽ ഫിറോസ് അടക്കമുള്ളവർ പറയുന്നത് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ലഹരി കേസിൽ അറസ്റ്റ് ചെയ്ത ഒരു റിയാസ് തൊടുകയിലുമായുള്ള കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് അറസ്റ്റ് ചെയ്തു എന്നാണ്. അതായത് ലഹരി കൈവശം വെച്ചതായി ആരും ഫിറോസിന്റെ സഹോദരനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ലഹരിയുടെ പേരിൽ അറസ്റ്റിലായ റിയാസും ജുബൈറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ലഹരി ഇടപാടിന്റെ സൂചനയാണ് എന്ന് വ്യക്തമാക്കി പോലീസ് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ പോലീസിനോട് തട്ടിക്കയറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ വിശദീകരണം. എന്ന് വെച്ചാൽ ലഹരി ഇടപാടിന്റെ തെളിവൊന്നുമില്ല. എന്നാൽ ലഹരി ഇടപാടുണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് പോലീസ് അയാളെ കൂടി റിയാസിനൊപ്പം പ്രതി ചേർത്തു. സ്വാഭാവികമായും കേരളത്തിൽ അത് വലിയ കോളിളക്കമുണ്ടാക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവാണ്, അറിയപ്പെടുന്ന വിമർശകനാണ്. ലീഗിനുള്ളിൽ തന്നെ ഫിറോസിനെതിരെ കടുത്ത വിമർശനങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ട്. ഈ CPM അണികൾക്ക്, പ്രത്യേകിച്ച് സൈബർ അണികൾക്ക് ഏറ്റവും കലിപ്പുള്ള ഒരു UDF നേതാവ് കൂടിയാണ് PK ഫിറോസ്. ഫിറോസിന്റെ സഹോദരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അത് വിവാദമാകും. അത് വിവാദമാകരുത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഫിറോസിനെ ന്യായീകരിക്കുന്ന ചിലരൊക്കെ ചോദിക്കുന്നു, ഫിറോസ് എന്ത് കുറ്റകൃത്യം ചെയ്തു? ഫിറോസിന്റെ സഹോദരനല്ലേ അത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ അയാളുടെ കുടുംബത്തിലെ മറ്റൊരാൾ ആക്രമിക്കപ്പെടുന്നത് ഉചിതമല്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ ഒരു കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ അയാൾ പ്രശസ്തനല്ലെങ്കിൽ അയാളുമായി ബന്ധമുള്ള അയാളുടെ മകനോ അപ്പനോ സഹോദരനോ ഭാര്യയോ സഹോദരിയോ ഒക്കെ ആണെങ്കിൽ ആ ബന്ധത്തിന്റെ പേരിലായിരിക്കും അതറിയപ്പെടുന്നതും വിവാദമാകുന്നതും. അതിലൊരു തെറ്റും പറയാൻ സാധ്യമല്ല. നമ്മുടെ പ്രതിഭയുടെ മകന്റെ കാര്യം ഓർക്കുക. പ്രതിഭയുടെ മകനെ നമുക്കാർക്കും അറിയില്ല. പ്രതിഭയുടെ മകനായതുകൊണ്ടാണ് അത് വലിയ വാർത്തയായത്, വലിയ പ്രസക്തി ഉണ്ടായത്. ആ പ്രസക്തിയെ തള്ളിപ്പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ PK ഫിറോസിന്റെ സഹോദരൻ ലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ PK ഫിറോസിനോട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും. PK ഫിറോസ് ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഫിറോസ് മാതൃകാപരമായാണ് ഇതിനെ സമീപിച്ചത്. ഫിറോസ് പറയുന്നത് താൻ ഇതിൽ ഇടപെട്ടിട്ടില്ല, താൻ പോലീസിനോട് പറഞ്ഞിട്ടില്ല, താൻ പോലീസിനെ വിളിച്ചിട്ടില്ല, താൻ പോലീസ് സ്റ്റേഷനിൽ പോയി സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, താൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തന്റെ സഹോദരൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കണം. ഇത് വളരെ അന്തസ്സുള്ള ഒരു സമീപനമാണ്. ആ അന്തസ്സുള്ള സമീപനത്തെ ന്യായീകരിച്ചേ മതിയാവൂ. പ്രതിഭയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. പ്രതിഭ തന്റെ മകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി എന്ന് മാത്രമല്ല, ലഹരി പിടിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പണി തെറിക്കുന്ന സാഹചര്യമുണ്ടായി. മകനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിഭ അനധികൃതമായി ഇടപെടൽ നടത്തി വലിയ തോതിൽ ന്യായീകരിച്ചു മെഴുകി. അതുപോലെ അല്ല ഫിറോസ് ചെയ്തിരിക്കുന്നത്. ഫിറോസിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. മാത്രമല്ല, ഫിറോസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ലഹരി കച്ചവടം നടത്തിയത് ആരാണ്? റിയാസ്. ഈ റിയാസ് ആരാണ്? റിയാസ് CPM കാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. റിയാസിന്റെ ഫേസ്ബുക്ക് പേജുകൾ നോക്കൂ എന്നാണ് ഫിറോസ് പറയുന്നത്. മാത്രമല്ല, റിയാസിനെ രക്ഷിച്ചെടുക്കാൻ ചെന്നതും വിളിച്ചതും പോയതുമൊക്കെ CPM കാരാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ PK ഫിറോസിനെ കുറ്റം പറയുന്നതിൽ ഒരു ന്യായവുമില്ല. PK ഫിറോസിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടാൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഫിറോസ് ശ്രമിച്ചാൽ മാത്രമേ ആ കുറ്റകൃത്യത്തിന് ഉത്തരവാദിത്വമാവേണ്ടതുള്ളൂ. ഇവിടെ ന്യായീകരണവുമായി പലരും രംഗത്തിറങ്ങി. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അവസരം കാത്തിരിക്കുകയായിരുന്നു. ലഹരി കേസിൽ ഏതാണ്ട് 1 വർഷത്തോളം ജയിലിൽ കിടന്നയാളാണ്. നിസ്സാര കാര്യമല്ല. 1 വർഷത്തോളം ലഹരി ഇടപാടിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളെല്ലാം കൂടി കുറ്റം പറഞ്ഞില്ലേ എന്നാണ് CPM സഖാക്കൾ ചോദിക്കുന്നത്. ആരാണ് ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോഴോ അല്ലെങ്കിൽ ചേട്ടൻ പെണ്ണ് കേസിൽ പ്രതിയായപ്പോഴോ അപ്പനെ കുറ്റം പറഞ്ഞ? ആരും കുറ്റം പറഞ്ഞ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായതുകൊണ്ട് തന്നെ അവർ കാട്ടുന്ന വൃത്തികേടുകളെക്കുറിച്ച്, അവർ കാട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോടിയേരിയുടെ മകൻ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ മക്കൾ പറയണം എന്റെ പിതാവല്ല കോടിയേരി എന്ന്. ഇവിടെയും PK ഫിറോസിന്റെ സഹോദരൻ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. PK ഫിറോസിന്റെ സഹോദരൻ തന്നെയാണ്. അതിന് ഉത്തരവാദിത്വം PK ഫിറോസ് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഫിറോസ് കുറ്റക്കാരനാവുന്നുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ മക്കളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വാർത്തയുണ്ട് മുമ്പ് പലതിൽ. പക്ഷേ ലഹരി കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്തെങ്കിലും ചെയ്തത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആരും കോടിയേരി ബാലകൃഷ്ണനെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളാണ് എന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. ഇപ്പോ സഖാക്കളെല്ലാം കൂടി ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുക. ആയിരക്കണക്കിന് പേർ ഷെയർ ചെയ്യുന്നു. എങ്ങനെയാണ് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് PK ഫിറോസിനോട് മറുപടി ആവുന്നതെന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. വളരെ വൈകാരികമായി തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ രംഗത്ത് വന്നിരിക്കുന്നു.
കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. 1 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുന്നതാണ്. അയാൾ നിരപരാധിയാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നിട്ടും താൻ നിരപരാധിയാണ്, പണ്ടെങ്ങോ തന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്ന തരത്തിൽ പ്രചരണം നടത്തുകയാണ്, അതിന് പ്രചരണം കൊടുക്കുകയാണ് CPM സഖാക്കൾ. കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരാണ് നേരത്തെ മുതൽ പറഞ്ഞത്. കോടിയേരി ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കോടിയേരിയുടെ മക്കൾ പെരുമാറിയിരുന്നത് എന്നതിൻ്റെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. കോടിയേരിയുടെ മക്കൾ എക്കാലത്തും വിവാദ പുരുഷന്മാരായിരുന്നു. കോടിയേരിയുടെ ഒരു മകൻ, ബിനോയി എന്നാണ് പേര്, മകൻ UAE പോയി മുച്ചൂട്ടുകളി സംഘത്തിന്റെ ഭാഗമായി ഒരു ബീഹാറി പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന്റെ വാർത്തകൾ നമ്മളൊക്കെ കണ്ടതാണ്. ഒടുവിൽ അത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്? ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഉള്ളപ്പോൾ അതിനെ PK ഫിറോസിന്റെ സഹോദരൻ പ്രതിയായി എന്നതിന്റെ പേരിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് യുക്തിസഹമല്ല. എന്തായാലും CPM അടുത്ത കാൾമാർക്സാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അച്ഛനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, അച്ഛനെ പറ്റി മാത്രം. മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ അച്ഛൻ, ആ വിളി എന്റെ അച്ഛന് ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ്. അല്ല, PK ഫിറോസ് ഒരു സുപ്രഭാതത്തിൽ സ്വപ്നം കൊണ്ട് ചെയ്തതല്ല. നേരെ മറിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ലഹരി കേസിൽ അറസ്റ്റിലായി FIR ഇട്ട് ജയിലിലായതിനു ശേഷം ചെയ്തതാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഫിറോസിന് അത് ഏറ്റുപിടിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആദ്യമായി എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് വാർത്താ സമ്മേളനം നടത്തിയ ദിവസം എനിക്കിന്നും ഓർമ്മയുണ്ട്. ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല, സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത്. ഫിറോസിന്റെ ഒരു തമാശ അത്രയേ ഞാൻ കരുതിയുള്ളൂ. ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാൻ ഒരു മറുപടി ഇട്ടു. അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി. ഉറക്കമില്ലാത്ത ഒരുപാട് വരുംകാല രാത്രികൾ അന്നത്തെ എൻ്റെ ഉറക്കത്തിന് കാവൽ നിന്നു. അണിയറകളിൽ എൻ്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചുവെന്ന് അറിയാതെ സ്വാസ്ഥ്യത്തോടെ ഞാൻ ഉറങ്ങി. മനോഹരമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആരവം എടുക്കാനാണ് എഴുതി കൊടുത്തത്. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെണീറ്റത് ഒരു വലിയ പേക്കിനാവിലേക്കാണ്. അവിടെയും ഫിറോസ് നിങ്ങളുണ്ടായിരുന്നു. ആ ദുസ്വപ്നത്തിനിടയിൽ എവിടെയോ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിരുന്നല്ലോ. ഒന്നല്ല 7 വാർത്താ സമ്മേളനങ്ങൾ തുടരെ. എൻ്റെ ജീവിതത്തിന്റെ തലകുറി മാറ്റിയ മണിക്കൂറുകൾ, ദിവസങ്ങൾ. അന്നുമെന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ട പലകയിൽ ഒരു കരു മാത്രമാണ് ഞാനെന്ന് എനിക്കറിയാം. നിങ്ങൾ MLA-യോ മന്ത്രിയോ ആവാൻ നിസ്സാരനായി എന്നെ എന്തിന് കരുവാക്കി എന്ന ചോദ്യം എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല. പകരം ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രം ഓർക്കുന്നു. വികാര തരളിതനാകുന്നു. ഈ പോസ്റ്റ് കണ്ടാൽ തോന്നും PK ഫിറോസിന് BJP-യിലും കേന്ദ്ര സർക്കാരിലും ED-യിലുമൊക്കെയുള്ള സ്വാധീനം കൊണ്ട് PK ഫിറോസ് നിർബന്ധിച്ചിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ പേരിൽ കള്ളക്കേസെടുത്തതെന്ന്. 1 വർഷവും 1 ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ മുൻകൈ എടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ 366 ദിവസങ്ങൾ. പോട്ടെ, നിങ്ങളെ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ടുമൂടിയാലും എൻ്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പൊന്നു ബിനീഷെ, 366 ദിവസം പൂർണ്ണമായും നിരപരാധിയായി നിങ്ങളെ ജയിലിൽ അടച്ചെങ്കിൽ നിങ്ങൾ മറക്കുകയല്ല ചെയ്യേണ്ടത്. ആ കള്ളത്തരത്തിനെതിരെ പോരാടി നിങ്ങളുടെ 1 വർഷം നഷ്ടപ്പെടുത്തിയ ഏജൻസിക്കെതിരെ, സംവിധാനത്തിനെതിരെ കേസ് നടത്തി നഷ്ടപരിഹാരം നേടണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ. എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം. രക്ഷപ്പെടാൻ 1000-ൽ 1 അംശം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു, നിങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല. അച്ഛൻ ക്യാൻസർ ബാധിതനായപ്പോഴും പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏത് കൊടും ക്രൂരകൃത്യവും ചെയ്ത ആളാവട്ടെ, അത്തരമൊരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏത് മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ. ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്കില്ലാതാക്കിയത്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത്? അതായത് ഫിറോസ് ആണ് കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്നത്, ED-യെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അപ്പനെ കാണണ്ട, ജയിലിൽ കിടക്കട്ടെ എന്ന് ഫിറോസ് തീരുമാനിച്ചു എന്നർത്ഥം. ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഫിറോസ് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? ഒറ്റയടിക്ക് നിലപാട് മാറ്റി. 1000-ൽ 1 അംശം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ പറഞ്ഞു ജയിലിൽ പോകുമ്പോൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പിന്നെ മോശമായത് ജയിലിൽ പോയതുകൊണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പണ്ടേ മരിച്ചു പോകേണ്ടതാണ്. കാരണം നിരന്തരം കോടിയേരി എന്ന് പറയുന്ന ജനകീയനായ രാഷ്ട്രീയക്കാരന് തലവേദന ഉണ്ടാക്കി കൊടുത്തത് കോടിയേരിയുടെ മക്കളാണ്, പ്രത്യേകിച്ച് ബിനീഷാണ്. ഈ മക്കളുണ്ടാക്കിയിരിക്കുന്ന തലവേദന കൊണ്ടാണ് വാസ്തവത്തിൽ കോടിയേരി എന്ന നല്ല രാഷ്ട്രീയക്കാരന് പിണറായിയുടെ അടിമയായി കഴിയേണ്ടി വന്നത്. എൻ്റെ ഘട്ടകാലത്തിന്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട്. ഓർമ്മകൾ ഭ്രാന്തമായി ചൂളം കുത്തി വിളിക്കുന്നുണ്ട്. എനിക്കൊന്ന് ദീപാ നിശാന്ത് എഴുതി കൊടുത്തെന്ന് തോന്നുന്നു. കാരണം ഭാഷ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഫിറോസ്, നിങ്ങളെ ഞാൻ മറക്കണോ? അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ലഹരി ഇടപാടിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നതാണല്ലോ എനിക്കെതിരെ വേട്ടയുടെ തുടക്കം. അപ്പൊ സമ്മതിക്കുന്നുണ്ട്, വേട്ടയുടെ തുടക്കം അറസ്റ്റ് ചെയ്തതാണ്. ഈ നാട്ടിൽ ഒരു നേതാവിന്റെ മകനെ
അതും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള മകനെ, അതും കുപ്രസിദ്ധനായ ഒരു മകനെ അറസ്റ്റ് ചെയ്താൽ പ്രതിപക്ഷത്തെ നേതാവെന്ന നിലയിൽ ഫിറോസ് മിണ്ടാതിരിക്കണമായിരുന്നോ? ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറന്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചു കാണുമല്ലോ. എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിന് വേട്ടയാടി? വേട്ടയാടിയത് ഫിറോസ് അല്ല, വേട്ടയാടിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നാർക്കോട്ടിക് ബ്യൂറോയുമാണ്. പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനൂപ് മുഹമ്മദിന് ഞാൻ നൽകി എന്നത് സത്യം. ഹോട്ടലിന്റെ വാടക, ജീവനക്കാരുടെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് ഇതൊന്നും. ആ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ സഹോദരൻ ഉൾപ്പെടെ കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന ബൈറ്റ് ഞാൻ കാണാനിടയായി. താങ്കളും സഹോദരൻ രണ്ട് വ്യക്തികളാണെന്ന്. എന്റെ ഈ ന്യായം എന്റെ കാര്യത്തിൽ ഉണ്ടായില്ലേ? ഇതാണ് വിചിത്രമായ വാദം. പി.കെ. ഫിറോസ് ഈ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ കുറ്റം പറഞ്ഞിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിലായതിന്റെ പേരിൽ പി.കെ. ഫിറോസ് ലഹരി കച്ചവടം നടത്തിയത് അപ്പനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുഴപ്പമാണ്. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാക്കൾ അത് പുറത്തേക്ക് വിടണം. ഞാൻ 2015 മുതൽ റെസ്റ്റോറന്റ് ബിസിനസിന് വേണ്ടി കടമായി കൊടുത്ത പണം 2019 ലഹരി ഇടപാടിന് ഉപയോഗിച്ചു എന്നാണല്ലോ ഇഡിയുടെ കേസ്. അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാടിന് ഉപയോഗിക്കും എന്നറിയാൻ എനിക്ക് ജ്ഞാനദൃഷ്ടിയില്ലായിരുന്നു. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കേസിന്റെ വിശദീകരണമായി കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് പച്ചക്കറി കച്ചവടമായിരുന്നതാണ്. കാരണം നിങ്ങൾക്ക് എവിടെ നിന്ന് റെസ്റ്റോറന്റ് കച്ചവടത്തിന് കടം കൊടുക്കാൻ പണമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പച്ചക്കറി കച്ചവടമാണ്, അപ്പൊ കണക്ക് വേണ്ടല്ലോ, ആളുകൾ കാശായിട്ട് തരുന്നതാണല്ലോ. ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളത്തിൽ ഉറച്ചു നിൽക്കണം, ഇടയ്ക്ക് മാറ്റരുത്. ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചു എന്നറിയാൻ എന്റെ രക്തം, നഖം, മുടി ഇതെല്ലാം ശേഖരിച്ചു പരിശോധിച്ചു. ശ്രീ പിണറായി വിജയന്റെ പോലീസല്ല പരിശോധിച്ചത്, രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ട് പോയി പരിശോധിച്ചു. ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും എന്നെ 8 മാസം പിന്നെയും ജയിലിൽ കിടത്തി. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ 8 മാസം ജയിലിൽ കിടക്കില്ല സാർ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വലിയ കുറ്റകൃത്യമല്ല സാർ. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചോ ഇല്ല എന്നത് അപ്രസക്തമാണ് സാർ. മയക്കുമരുന്ന് വിൽക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതുമാണ് കുറ്റകൃത്യം. അതാണ് നിങ്ങളുടെ മേൽ ചുമത്തിയത്. അല്ലാതെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ല. നിങ്ങൾ ഇതിനെങ്കിലും നിസ്സാരവൽക്കരിക്കരുത്. മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല. അതെ, ഞാൻ ആ കുറ്റകൃത്യത്തിന് വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാവും? പ്രിഡിക്കേറ്റ് ഒഫൻസിൽ പ്രതിയല്ലാത്ത എന്റെ പേരിൽ ചാർജ് നിൽക്കില്ല എന്ന് സംഘപരിവാറിൽ നയിക്കപ്പെടുന്ന ഇഡിക്ക് അറിയാം. എന്നിട്ടും എന്നെ കേസിൽ കൊടുക്കാൻ ഇഡി നടത്തിയ ശ്രമം ഓർമ്മയില്ലേ? പ്രിയപ്പെട്ട ബിനീഷ് വക്കീലെ, പഠിച്ച ഡിഗ്രി ഒന്നുകൂടി പരിശോധിച്ച് നോക്കണം. ഒരാൾ ഒരു കേസിൽ പ്രതിയായാൽ ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പ്രതികളാണ്. അതേ കേസിൽ പ്രതിയാണ്. അതിനാണ് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒരു കൊള്ള നടത്തി, കൊലപാതകം നടത്തി എന്ന് വരുന്ന ഒരാൾ ആ കൊള്ള നടത്തുന്ന സമയത്ത് വെളിയിൽ ആരൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നവനും കൊള്ള നടത്തി, കൊലപാതകം നടത്തിയ കേസിലെ പ്രതിയാണ്. ലഹരി കച്ചവടത്തിന് പണം കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ പ്രതിയാണ്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അത് നിയമം അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. ഉന്നതതല സമ്മർദ്ദം ഉണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടർ നിയോഗിച്ചു. ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ലെന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവുണ്ടാക്കാനായിരുന്നു ഇഡിയുടെ അടുത്ത ശ്രമം. മരുതൻകുടിയിൽ എന്റെ വീട്ടിൽ അനൂപ് മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു. അവർ കാർഡ് കൊണ്ടുവയ്ക്കുന്നത് എന്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതിനാൽ നീക്കം പൊളിഞ്ഞു. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത എന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചോടെ എന്റെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കുമെന്ന് ഇഡി ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി. എന്റെ കുട്ടികൾ വാവിട്ട് നിലവിളിച്ച് കറിഞ്ഞ് പുറത്തേക്കൂടി മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു. ഇഡിയുടെ നീക്കം പൊളിഞ്ഞു. എന്റെ അച്ഛൻ മാത്രമല്ല, നിരപരാധിയായ ഭാര്യയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും മുഖം എനിക്ക് ഓർമ്മ വരുന്നു. പ്രിയ ഫിറോസെ, ഞാൻ താങ്കളെ മറക്കണോ? താങ്കൾ പറയൂ. തെളിവില്ലാതായപ്പോൾ കൃത്രിമ തെളിവുണ്ടാക്കാൻ നോക്കി, അതും പൊളിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഘട്ടമെത്തിയതോടെ നിയമത്തിന്റെ സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നിഷേധിക്കാനായി അടുത്ത ശ്രമം. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വലിയൊരു കുറിപ്പാണ്. ഇവിടെ പി.കെ. ഫിറോസ് അല്ല ബിനീഷ് കോടിയേരിയുടെ പേരിൽ കേസെടുത്തത്. ബിനീഷ് കോടിയേരിയുടെ പേരിൽ കേസെടുത്തപ്പോൾ പി.കെ. ഫിറോസ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രതികരിച്ചു. അത്രയുമേ ഉള്ളൂ. അതിന് പി.കെ. ഫിറോസിന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതങ്ങ് മുതലെടുക്കാം എന്ന് കരുതിയാൽ ഒരു കാര്യവുമില്ല. എക്കാലത്തും നിങ്ങൾ കുറ്റകൃത്യം ചെയ്തു എന്ന് ഇഡി പറഞ്ഞ് ജയിലിലായപ്പോഴും നിങ്ങളെ ന്യായീകരിച്ചിരുന്ന അന്തം കമ്മികളുണ്ട്. അവർ വിശ്വസിക്കുമായിരിക്കും, അവർ പ്രചരിപ്പിക്കുമായിരിക്കും. എന്തായാലും പി.കെ. ഫിറോസിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തന്റെ സഹോദരൻ അറസ്റ്റിലായപ്പോൾ പി.കെ. ഫിറോസ് അയാളെ തള്ളിപ്പറഞ്ഞു സഹായിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ മാതൃകയാണ് എല്ലാവരും കാട്ടേണ്ടത്. നാളെ എന്റെയും നിങ്ങളുടെയും ഒക്കെ അടുപ്പക്കാരെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്തെന്ന് വരാം. നമ്മൾ അവരെ സഹായിക്കുന്നുണ്ടോ, ആ ക്രിമിനൽ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം.